വെൽക്കം ബാക്ക് ടു യൂണിറ്റ് ടേസ്റ്റ് അശ്വമേധം. അശ്വമേധത്തിൽ ഈ ദിവസം കടന്നു വരുന്ന അടുത്ത മത്സരാർത്ഥി ജനപ്രിയ വാരികയിൽ നോവലിസ്റ്റ്, കൃത്യമായ ആവിഷ്കാര പാടവം നടത്തുന്ന ഒരു പ്രതിഭ, എഴുത്തുകാരിയും ചിന്തകയും പ്രഭാഷകയും, സ്വന്തം ജീവിതം മറ്റുള്ളവരുടെ ജീവിതത്തെ കൂടുതൽ ഭദ്രമാക്കാനും സുന്ദരമാക്കാനുമുള്ള മോട്ടിവേഷനു വേണ്ടി വിനിയോഗിക്കണം എന്ന് കരുതുകയും ചെയ്യുന്ന അപർണ പ്രശാന്തിയാണ് ഇനി അശ്വമേധത്തിലേക്ക് എത്തുക. അങ്ങാടിപ്പുറം സ്വദേശിനിയായ അപർണ പ്രശാന്തിക്ക് അശ്വമേധത്തിൻ്റെ വേദിയിലേക്ക് സ്വാഗതം. അപർണ, വാക്കിൻ. ഹലോ. അപർണ പ്രശാന്തി, റിലാക്സ്. ചെറുതായി ടെൻഷനുണ്ട്. ഞാൻ പൊതുവെ ആങ്കറിങ് ചെയ്യുന്ന ആളാണ്, പക്ഷേ ഇവിടേക്ക് കയറിയപ്പോൾ മുതൽ നല്ല ടെൻഷനുണ്ട്. അയ്യോ, അത് പറയാൻ പറഞ്ഞു. അപർണ അവതാരക എന്ന രീതിയിലും വളരെ ശ്രദ്ധേയാണല്ലോ. അല്ല, അങ്ങനെ അല്ല. ശരി, ഇരുന്നുള്ളൂ, ടെൻഷനൊന്നും വേണ്ട. പാട്ട് പാടുമോ അപർണ? അയ്യോ, ഒരിക്കലുമില്ല. ഒരിക്കലും പാട്ട് പാടിയിട്ടില്ല? ഒരിക്കലും പാട്ട് പാടിയിട്ടില്ല. ഹസ്ബൻഡിന്റെ പേര് പ്രശാന്ത്, അതുകൊണ്ടല്ല പക്ഷേ പ്രശാന്തി ആയത്? ഒരിക്കലും അല്ല. ഞാൻ പ്രശാന്തിനെ കാണുന്നതിന് മുന്നേ പ്രശാന്തിയാണ്. പ്രശാന്തി ആയത് കൊണ്ടാണോ? പ്രശാന്തിനെ കണ്ട പേര് കേട്ടപ്പോൾ തോന്നിയ ഒരു ഇഷ്ടം ആണോ? അല്ല, ഇഷ്ടപ്പെട്ടതാണ്. പേരുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. പേരിലൊന്നും ഒരു കാര്യമില്ല. അമ്മ വളരെ പ്രശസ്തയായ ഒരു ആക്ടിവിസ്റ്റാണ്. അതെ. അമ്മയെക്കുറിച്ച് പറയും. അമ്മ ഡോക്ടർ പി ഗീത എന്ന് പറയും. പറയുന്നതല്ല, എഴുതുന്നതും അങ്ങനെ തന്നെ, ഡോക്ടർ പി ഗീത എന്ന് പറയും. അതെ. അമ്മ എഴുത്തുകാരിയാണ്, ആക്ടിവിസ്റ്റാണ്. സാമൂഹ്യ ഇടപെടലുകൾ ദശാബ്ദങ്ങളായി നടത്താറുള്ള ഒരാളാണ്. അച്ഛനും ഇതുപോലെ പി പവിത്രൻ എന്ന് പറയും, മാതൃഭാഷ സമരമൊക്കെ നടത്തുന്ന ആളാണ്. അപർണയുടെ മനോരമയിൽ പ്രസിദ്ധീകരിച്ച നോവലിന്റെ പേരെന്താണ്? മഴ പോലെ നീ. മഴ പോലെ നീ, നല്ല പേരാണ്, മഴ പോലെ നീ. കൊറോണ സമയത്ത് മനോരമ യുവ എഴുത്തുകാർ നോവലിസ്റ്റുകളെ തേടുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് യാദൃച്ഛികമായി കോള് കിട്ടി. ഞാൻ ശ്രമിച്ചങ്ങനെ എഴുതിയതാണ്. അതെനിക്ക് പുതിയ അനുഭവമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ എഴുതുന്നത്, ഞാൻ നോവലോ അല്ല ചെറുകഥ അങ്ങനെയൊന്നുമല്ല, എസ്സേക്കെ എഴുതും, സിനിമ നിരൂപണമൊക്കെ എഴുതും. അങ്ങനെ ഒരു പുസ്തകമൊക്കെ എഴുതി കോഴിക്കോടൻ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേ എനിക്ക് എഴുതാൻ പറ്റുമെന്നാണ്. കോഴിക്കോടൻ പുരസ്കാരം ലഭിച്ചു ചലച്ചിത്ര നിരൂപണത്തിന്. പ്രശാന്തിൻ്റെ ഭാര്യയോടൊപ്പം, ശ്രീമതി പി ഗീതയുടെ മകളോടൊപ്പം മനോരമയിലെ വായനക്കാർക്ക് മഴ പോലെ നീ എന്ന നോവൽ അനുഭവം സമ്മാനിച്ച എഴുത്തുകാരിയോടൊപ്പം കോഴിക്കോടൻ പുരസ്കാരം ലഭിച്ച ഈ ചലച്ചിത്ര ആസ്വാദകയായ നിരൂപകയ്ക്കൊപ്പം ആദ്യത്തെ മേഖലയിലേക്ക്. ഇറ്റ്സ് യുവർ ടേൺ, കം ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. ഈ സെഗ്മെൻറ്റിൽ അപർണ കണ്ടെത്തേണ്ടത് എന്തിനെയാണ് എന്നറിയാൻ ശാസ്ത്രീയമായി തന്നെ ഒരു സൂചനയിലൂടെ പോവാം. ശരി, അത് 1 കോടിക്കുള്ള അവസരമാണ്. 1 കോടിക്ക് വേണ്ടി അശ്വമേധം കളിക്കാനുള്ള അവസരം. അപർണ കണ്ടെത്തേണ്ടതിൻ്റെ ശാസ്ത്രീയ നാമം, ജന്തുശാസ്ത്രനാമം സിഗ്നസ് എന്നാണ്. ഒരു മലയാള വാക്കാണ്. സിനിമാ നിരൂപകയല്ലേ? ഇതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അടുത്ത ഞാൻ സിനിമയിലേക്ക് പോകും. രണ്ടാമത്തെ ഒരു സൂചന തരൂ, 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടി. ആ സിനിമ തന്നെ വന്നല്ലോ. അപർണ കണ്ടെത്തേണ്ട ഉത്തരമാണ് ഈ സിനിമയുടെ പേര്. അടുത്ത ക്ലൂ തരട്ടെ. ആദ്യത്തെ ആളിനറിയോ? വയലാർ. രണ്ടാമത്തെ ആളിനറിയോ? അയാളുടെ പേര് PK വിക്രമൻ നായർ എന്നാണ്. ഉജ്ജ്വലനായ ഒരു നാടകകൃത്താണ് അദ്ദേഹം, നാടക നടനാണ് അദ്ദേഹം. നാടക പ്രവർത്തകനാണ്, നാടക നടനുമാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ PK വേണുകുട്ടൻ നായർ സാറും വലിയ നാടക പ്രവർത്തകരായിരുന്നു. ഈ PK വിക്രമൻ നായർ മരിച്ചപ്പോൾ വയലാർ എഴുതിയൊരു ഗംഭീര കവിതയുണ്ട്. ആ കവിതയ്ക്കും പേര് ഇത് തന്നെ. ആ കവിതയിൽ ആദ്യത്തെ വരി വേണമെങ്കിൽ ഞാൻ പറയാം. കയ്യിലൊരു ഇന്ദ്രധനുസ്സുമായി കാറ്റത്തു പെയ്യുവാൻ നിൽക്കും തുലാവർഷമേഘമേ, കമ്ര നക്ഷത്ര രജനിയിൽ ഇന്നലെ കണ്ടുവോ നീ എൻ്റെ. അയ്യോ, ഇനി പറയില്ല. നാലാമത്തെ സൂചനയിലേക്ക് പോകാം. ശരി, വളരെ പ്ലെയിനായി എന്തെങ്കിലും സൂചന. ഇതാ പ്ലെയിനായി വന്നു. ബിഗസ്റ്റ്, ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയ ജലപ്പറവയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. വാട്ടർ ഫൗൾ, ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള വാട്ടർ ഫൗളാണ് ഇത്. ഒരു മലയാള വാക്കാണ്. അഞ്ചാമത്തെ ഇത് ഇനി ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അഞ്ചാമത്തെ സൂചന ഒരു സിനിമയുടെ വീഡിയോ തന്നെ അങ്ങ് തരും. തരട്ടെ? തന്നോളൂ.
ഉറക്കപ്പറയേ. രാജഹംസം. കയ്യിലൊരു ഇന്ദ്രധനുസ്സുമായി കാറ്റത്തു പെയ്യുവാൻ നിൽക്കും തുലാവർഷ മേഘമേ, കമ്ര നക്ഷത്ര രജനിയിൽ ഇന്നലെ കണ്ടുവോ നീ എൻ്റെ രാജഹംസത്തിനെ. ശരി, വെരി ഗുഡ്. ആൻഡ് അനീഷ പ്ലീസ്. ആദ്യത്തെ ക്ലൂവിൽ തന്നെ അനീഷയ്ക്ക് രാജഹംസം എന്ന് മനസ്സിലായി. അവിടെ തന്നെ ഒരു ചുണ്ടിറക്കി പറഞ്ഞു. അല്ല, അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയണം. എനിക്കും ബുദ്ധിയുണ്ടെന്ന് ആളുകൾ മനസ്സിലാക്കണമെന്നൊക്കെ അനീഷ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർ, ഈസ് ഇറ്റ് അപ്രൂവ്ഡ്? അപ്രൂവ്ഡ്. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് അപർണ പ്രശാന്തിയോടൊപ്പം. യാഗം. സ്ത്രീ. അല്ല. ഇന്ത്യൻ. അതെ. മലയാളി. അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായം. അതെ. രാഷ്ട്രീയം, കലാ, സാഹിത്യം. അല്ല. സൗത്ത് ഇന്ത്യൻ. അല്ല. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം. അല്ല. സ്പോർട്സ്. അല്ല. ഉദ്യോഗം, ബിസിനസ്, പ്രൊഫഷൻ. അതെ. 10 ചോദ്യങ്ങൾ. യജ്ഞം. ഉദ്യോഗം, ബിസിനസ്, പ്രൊഫഷൻ എന്ന് ചോദിച്ചപ്പോൾ തലപൊക്കി അല്ല എന്ന് പറയാൻ വന്നിട്ട് ഒന്ന് കണ്ണിങ്ങനെ ആലോചിച്ചിട്ട് അതേ എന്ന് പറഞ്ഞു, അല്ലേ? അതെ. അല്ല, അതിൻ്റെ ഇടയ്ക്കൊരു മൂന്നാമത്തെ ചോദ്യം സൗത്ത് ഇന്ത്യൻ എന്നുള്ളതായിരുന്നു അല്ലേ? അതെ. പുള്ളിയുടെ ഒറിജിനല്ലേ ചോദിച്ചത്? അദ്ദേഹത്തിൻ്റെ ജിതയും ജീവിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനം അദ്ദേഹത്തിന് ഈ ജനിച്ച സ്ഥലമല്ല. ജനിച്ച സ്ഥലം ഇപ്പോൾ നമ്മൾ റെഡ്യാർഡ് കിപ്ലിങ്ങിനെ ഇന്ത്യൻ എന്ന് പറയില്ലല്ലോ, ഇന്ത്യയിൽ ജനിച്ചത് കൊണ്ടും. സൗത്ത് ഇന്ത്യനാണോ എന്ന് പറയാം. സൗത്ത് ഇന്ത്യനാണ്. അത്ര കണ്ട് റിലവൻ്റ് അല്ലല്ലോ അത്. ആണോ? നോക്കാം. എന്തായാലും ഈ ഉദ്യോഗം, ബിസിനസ്, പ്രൊഫഷൻ എന്ന് ചോദിച്ചപ്പോൾ ആലോചിച്ചിട്ടല്ലേ എസ് പറഞ്ഞത്? പ്രൊഫഷനാണോ? അതെ. അതെ. കാര്യം ഉദ്യോഗമായിരുന്നെങ്കിൽ ഒട്ടും ആലോചിക്കാതെ ഉടൻ പറയും. മൂന്നാമത്തേതായതുകൊണ്ടാണ് ആ സമയമെടുത്തത് എന്ന് തോന്നി. അത് കറക്റ്റായിരുന്നു എൻ്റെ ചിന്ത. യൂണിഫോം ഉള്ള പ്രൊഫഷനാണോ? യൂണിഫോം ഉള്ള പ്രൊഫഷൻ അല്ല. അല്ല. ലൈക്ക് എ ഡോക്ടർ, ലൈക്ക് എ പൈലറ്റ്, അങ്ങനെയുള്ള യൂണിഫോം ഉള്ള ഒരു പ്രത്യേക കമ്പൽസറി യൂണിഫോം ഉള്ള പ്രൊഫഷൻ അല്ല. 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 കലയല്ല എന്ന് പറഞ്ഞു, പ്രൊഫഷൻ തന്നെയാണ്. ആർട്ടല്ല, കുക്കിംഗ് പോലെ അങ്ങനെയുള്ളൊരു സാധനമൊന്നും അല്ല. 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 മീഡിയ. അതെ. ആണ്. തമിഴ് മാധ്യമത്തിലാണോ? സൗത്ത് ഇന്ത്യ, തമിഴ്നാട്ടിലാണോ? തമിഴ് മാധ്യമ പ്രവർത്തനമാണോ? അല്ല. നക്കീരൻ ഗോപാലൊന്നും അല്ല. അപ്പോൾ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലല്ല ജനിച്ചതെന്ന് പറയുമ്പോൾ നക്കീരൻ ഗോപാലോട്ട് പോകേണ്ട കാര്യമില്ല. വിഷ്വൽ മീഡിയ. അതെ. ആണ്. പ്രധാന മേഖല വിഷ്വൽ മീഡിയ ആണോ എന്നല്ലേ? അതെ. അദ്ദേഹം വിഷ്വൽ മീഡിയയിൽ അദ്ദേഹം അപ്പിയർ ചെയ്യാറുണ്ടോ? ക്യാൻ ബി സീ ഹിം ഇൻ സ്ക്രീൻ? പ്രധാനമായും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഉണ്ടോ സ്ക്രീനിൽ? ഉണ്ട്. ഉണ്ട്. അതായത് പെർഫോമറാണ്, ക്രിയേറ്റർ അല്ല. അപ്പോൾ ഹി ഹിംസെൽഫ് അപ്പിയേഴ്സ്. ആണ്. 16 ചോദ്യങ്ങൾ. രാജസൂയം. കമാൺ. ഇന്ത്യൻ മീഡിയ ആക്ടിവിസ്റ്റ്. ന്യൂസിൽ ഈ ന്യൂസ് എന്ന് പറയുന്നത് വെറും വാർത്ത വായിക്കുന്നതല്ല. എനി ന്യൂസ് ആക്ടിവിറ്റീസ്. റിപ്പോർട്ടർ അങ്ങനെയൊന്നുമല്ല. ഈവൻ അർണബ് ഗോസ്വാമി ഈസ് എ ന്യൂസ് ആക്ടിവിസ്റ്റ്. ആ രീതിയിലല്ല. റിപ്പോർട്ടർ അല്ല ഞാൻ പറഞ്ഞത്. ന്യൂസ് ആക്ടിവിസ്റ്റ്, ന്യൂസ് പ്രസൻറ്റർ അല്ല. പക്ഷേ അയാൾ അപ്പിയർ ചെയ്യാറുണ്ട്. സ്ക്രീനിലുള്ള അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസിൽ സംസാരത്തേക്കാൾ കൂടുതൽ പ്രവൃത്തിയാണോ, ആക്ടിവിറ്റിയാണോ? അല്ല. ഒരു ഷെഫ്, ഒരു മീഡിയ സെലിബ്രിറ്റിയായ ഒരു ഷെഫാണെങ്കിൽ അയാളുടെ സംസാരത്തേക്കാൾ കൂടുതൽ പ്രവൃത്തിയാണ്. ഇത് അങ്ങനെ സംസാരത്തേക്കാൾ കൂടുതൽ പ്രവൃത്തിയുള്ള ഒരു മീഡിയ ആക്ടിവിറ്റിയാണോ അയാളുടേത്? അല്ല. അല്ല എന്ന് പറഞ്ഞാൽ സംസാരമായിരിക്കണം കൂടുതൽ. അപ്പോൾ ഉറപ്പാണ്. ക്വിസ് മാസ്റ്റർ. അല്ല. അയാൾ ഇന്ത്യക്ക് പുറത്ത് അയാൾ ഏറ്റവും അയാൾക്ക് പോപ്പുലാരിറ്റിയുള്ള രാജ്യങ്ങൾ, ഞാനീ പറയുന്ന രാജ്യങ്ങളിൽ
അല്ലെങ്കിൽ അയാൾക്ക് പോപ്പുലാരിറ്റി ഉള്ള രാജ്യങ്ങളിൽ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇംഗ്ലണ്ട്, ശ്രീലങ്ക, വെസ്റ്റ് ഇൻഡീസ്, സിംബാബ്വെ, സൗത്ത് ആഫ്രിക്ക എന്നിവയാണോ മറ്റ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ അയാൾക്ക് പോപ്പുലാരിറ്റി ഉള്ളത്? തീർച്ചയായും. ഞാൻ മനസ്സിൽ വിചാരിച്ച ആളാണ്, ഞാൻ കണ്ടെത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഞാൻ സ്ട്രോങ്ലി ഡിസഗ്രി കേട്ടോ. ആസ് എ പ്രൊഫഷണൽ ക്വിസ് മാസ്റ്റർ, ഒരു ക്വിസ് മാസ്റ്റർ എന്നുള്ള നിലയ്ക്ക് കണ്ടംപററി ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ എനിക്ക് മതിപ്പ് തോന്നിയിട്ടുള്ള അപൂർവം 2-3 ക്വിസ് മാസ്റ്റർമാരിൽ ഒരാൾ കൂടിയാണ് കേട്ടോ അദ്ദേഹം ഒരു നല്ല ക്വിസ് മാസ്റ്ററാണ്. ഞാൻ ഉദ്ദേശിച്ച ആളാണെങ്കിൽ നോക്കാം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ രണ്ടുമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ ആൾ വന്ന് നോക്കാം നമുക്ക്. വൺ ഓഫ് ദ ബെസ്റ്റ് ക്രിക്കറ്റ് കമൻറ്റേറ്റേഴ്സ് ഇൻ ഇന്ത്യ. ഓഫ് കോഴ്സ്. അപ്പോൾ എനിക്ക് 20ാമത്തെ ചോദ്യം ഞാൻ റിപ്പീറ്റ്, കാര്യം എനിക്ക് ജൂറിയുടെ ഹെൽപ്പ്, എക്സ്പെർട്ട് വേണം, നിങ്ങൾ ഒപ്പീനിയൻ കറക്ഷൻ വേണ്ടിയിട്ട്. 20ാമത്തെ ചോദ്യം, അദ്ദേഹം ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ ഒരു സ്പോർട്സ് ക്വിസ് മാസ്റ്ററാണോ സർ? പക്ഷേ ഇവിടെ മത്സരാർത്ഥി പോകുന്ന മേഖല തന്നെയാണ് ഞാൻ യോജിക്കുന്നത്. കാഴ്ചപ്പാടുകളുടെ വ്യത്യാസമാണ്. ഞാൻ ആ മേഖലയിൽ തന്നെ യോജിക്കുന്നു. ഓക്കെ, നോക്കാം. എൻ്റെ 20ാമത്തെ ചോദ്യം അല്ലെങ്കിൽ 21ാമത്തെ ചോദ്യം അതുണ്ട് എന്നുള്ളതല്ല. നമുക്ക് അശ്വമേധത്തിൽ പങ്കെടുത്ത് കാണുവാൻ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന ആളിനെ കൊണ്ടുവരണം മത്സരിക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരുണ്ട്. ഏറ്റവും കൂടുതൽ ആൾ ഇപ്പോഴും നമ്മുടെ ഓൺലൈനിൽ കിടപ്പുണ്ട്. അത് ആ പേരാണോ എന്നറിയാൻ വേണ്ടി ഞാൻ അവസാനത്തെ ചോദ്യം ചോദിക്കാം. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ വിരലടയാളവും ഹർഷ ബോഗ്ലെയുടെ വിരലടയാളവും ഒന്ന് തന്നെയാണോ? ആണ്. ഹർഷ ബോഗ്ലെ പ്രശസ്തനായ ഇന്ത്യൻ ക്രിക്കറ്റ് കമന്റേറ്റർ, പത്രപ്രവർത്തകൻ, അനലിസ്റ്റ്, വോയിസ് ഓഫ് ക്രിക്കറ്റ് എന്ന പേരിൽ വിഖ്യാതൻ. വേറിട്ട ശൈലിയിലുള്ള വാക്ചാതുര്യകൊണ്ടും ക്രിക്കറ്റിനെ കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ കൊണ്ടും പതിറ്റാണ്ടുകളായി ക്രിക്കറ്റ് ആരാധകരുടെ പ്രിയങ്കരനാണ് ഹർഷ ബോഗ്ലെ. 19ാം വയസ്സിൽ റേഡിയോ കമന്റേറ്ററായി തന്റെ കരിയർ ആരംഭിച്ച ബോഗ്ലെ BBC, ESPN, സ്റ്റാർ സ്പോർട്സ് മുതലായ സ്പോർട്സ് ചാനലുകളിലൂടെ അന്താരാഷ്ട്ര അംഗീകാരം നേടി. പ്രൊഫഷണൽ ക്രിക്കറ്റ് കളിക്കാരനല്ലാതിരുന്നിട്ടും ഗെയിമിനെ കുറിച്ചുള്ള വളരെ സൂക്ഷ്മമായ വിശകലനങ്ങളിലൂടെ ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും ആദരണീയമായ ശബ്ദങ്ങളിൽ ഒന്നിന്റെ ഉടമയായി മാറി. ഹർഷ ബോഗ്ലെ ഈ മുഹമ്മദ് അഷറുദ്ദീനും ഒക്കെ ആയി അശ്വമേധം കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അയാളൊരു വല്ലാത്തൊരു മിടുക്കനായ, വളരെ ആക്റ്റീവായൊരു മനുഷ്യനാണ്. ശാരീരികമായ കുറച്ച് അസ്വസ്ഥതകൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ഉണ്ടായി, ഒരു രോഗമുണ്ടായി. പക്ഷേ അതിനെയൊക്കെ വളരെ കൃത്യമായി തന്നെ സർവൈവ് ചെയ്യുകയും വളരെ ശക്തമായി വീണ്ടും നിലനിൽക്കുകയും ചെയ്യുന്നു. സല്യൂട്ട്സ് ടു ഹിം. കാരണം ക്രിക്കറ്റ് പോലൊരു ഉജ്ജ്വലമായ വിനോദത്തെ ജനപ്രിയമാക്കിയതിന് പിന്നിൽ ഹർഷ ബോഗ്ലെയുടെ കമൻറ്ററിക്ക് വലിയ പങ്കുണ്ട്. അനീഷ പ്ലീസ്. ക്രിക്കറ്റ് കാണാറുണ്ടോ? കാണാറുണ്ട്. ക്രിക്കറ്റ് ഇഷ്ടമാണ്. അവനെ കളിക്കാരെങ്കിലും വിചാരിക്കാത്തത്? പെട്ടെന്ന് കണ്ടു. മൈക്ക് വിറ്റ്നി എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ പേസ് ബോളറിനെ കുറിച്ചൊക്കെ ഉള്ള കമൻറ്ററികളിലാണ് ഈ പ്ലെയേഴ്സിനെയൊക്കെ നമ്മൾ അന്നത്തെ കാലത്ത്, കുട്ടിക്കാലത്ത് ആൽഡർമാനെയും ഒക്കെ ശ്രദ്ധിക്കുന്നത്. ഹർഷ ബോഗ്ലെയാണ് മനസ്സിൽ വിചാരിച്ചത്. പ്രേക്ഷകരുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ നൊസ്റ്റാൾജിയയ്ക്ക് ഞാനൊരാളിനെ കുറിച്ച് പറഞ്ഞു തരാം. എൻ്റെ കുട്ടിക്കാലമാണ്. 10, 11, 12 വയസ്സ്, 13 വയസ്സൊക്കെ ഉള്ള കാലത്ത് ക്രിക്കറ്റ് ടി വിയിൽ കാണുമ്പോൾ, കളി കാണുന്നതിനേക്കാൾ കൂടുതൽ ആവേശത്തോടു കൂടി ഏകദിന ക്രിക്കറ്റ് കാണുമ്പോൾ, ആ കാലഘട്ടത്തിൽ നമ്മൾ ഏകദിന ക്രിക്കറ്റ് കാണുമ്പോൾ കളർ ഡ്രസ്സുകളൊന്നും വന്നിട്ടില്ല. കളിക്കാർക്ക് അന്ന് വൺ ഡേ ക്രിക്കറ്റിലും വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്. കാണുമ്പോൾ കളിയേക്കാൾ കൂടുതൽ ആവേശം ചിലപ്പോൾ കമൻറ്ററി കേൾക്കാൻ തോന്നും. ഒരു പ്രത്യേക കമൻറ്റേറ്റർ ഉണ്ടെങ്കിൽ. കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം മരിച്ചുപോയത്. 2 വർഷങ്ങളെ ആവുന്നുള്ളൂ. തിരുവനന്തപുരത്ത് നടന്ന യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യ വിൻഡീസ് മാച്ചിന് വരെ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അറ്റൻഷൻ ഒരിക്കലും ഷോട്ടുകളെക്കുറിച്ചോ ഫീൽഡിംഗ് മികവുകളെക്കുറിച്ചോ ബോളുകളെക്കുറിച്ചോ ഒന്നും പറയാനായിരുന്നില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ കമൻറ്ററി മുഴുവൻ ഗാലറിയിലുള്ള സ്ത്രീകളുടെ കാതിലെ ഇയർ റിങ്സിൻ്റെ സ്പെഷ്യാലിറ്റികളെക്കുറിച്ച്, അവിടുത്തെ പുല്ലിൻ്റെ ഏതെങ്കിലും മൂലയിൽ കാണുന്ന ഒരു പ്രത്യേകതരം ഗ്രാസ് ഹോപ്പറിനെക്കുറിച്ച്, ചുറ്റുമുള്ള എല്ലാത്തിനെക്കുറിച്ച് ഉജ്ജ്വലമായി വാചാലനാകുന്ന, മുഴങ്ങുന്ന ശബ്ദത്തിൽ സംസാരിക്കുന്ന തടിച്ചൊരു കമൻറ്റേറ്റർ ഉണ്ടായിരുന്നു. അയാളുടെ പേര് ഹെൻറി ബ്ലോഫോർഡ് എന്നാണ്. പ്രശസ്തമായ MCCയിൽ, മെൽബൺ ക്രിക്കറ്റ് ക്ലബ്ബിൽ എഴുതി വച്ചിട്ടുണ്ട്, ബെറ്റർ യു ഹിയർ ബ്ലോഫോർഡ് ദാൻ വാച്ച് എ ബോറിംഗ് മാച്ച്. ഗുഡ് നൈറ്റ്. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kairatv.in. Anisha Karun's Costume and Ornaments Courtesy, Inspire Bridal Studio and Unisex Saloon, Karamana, Trivandrum.